ഗലാത്യലേഖനം 5-ാം അധ്യായം 5-6 തിരുവചനങ്ങളിലെ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുന്ന വേദഭാഗം വെളിപ്പെടുത്തുന്ന മർമ്മങ്ങൾ 3-ാം ഭാഗം. വിശ്വാസത്തിൽ സ്നേഹവും അനുസരണവുമുണ്ട്. 16. സ്നേഹവും അനുസരണവും വിശ്വാസവും ലഭിക്കുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാലാണ്. 17. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യസൗഭാഗ്യാവസ്ഥയുടെ 1-ാം ഘട്ടമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം. 18. സൃഷ്ടികർമ്മത്തിൽ കർത്താവ് മനുഷ്യൻ്റെ മൂക്കിലൂതിയ ശ്വാസത്താൽ റൂഹ എല്ലാ മനുഷ്യരിലേക്കും പ്രവഹിച്ചു. 19. പഴയ നിയമത്തിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് പ്രവാചകന്മാരിലും ന്യായാധിപന്മാരിലും രാജാക്കന്മാരിലും ചില ഉദ്ദേശങ്ങളുടെ സാക്ഷാത്കാരത്തിനായി നിശ്ചിത സമയത്തേക്ക് മാത്രമായി റൂഹായെ അയച്ചു. 20. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും ലഭിക്കാതെ വചനമാകുന്ന ദൈവത്തെ ആർക്കും മനസ്സിലാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനങ്ങളോട് ഉപമകളായി സംസാരിച്ചത്. വചനം മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും നമ്മിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. 21. എന്നാൽ പെന്തക്കോസ്തിയിൽ വിശ്വാസികളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും അഗ്നിനാവുകൾ പോലെ പ്രവഹിച്ചു. അപ്പോൾ ആത്മാവ് വിശ്വാസിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. 22. അവിശ്വാസി വിശ്വാസിയായി തീരുവാൻ, പാപി നീതിമാനായി തീരുവാൻ, അശുദ്ധൻ വിശുദ്ധിയിലേക്ക് വളരുവാൻ, ആദാം നഷ്ടപ്പെടുത്തി അവിടുത്തെ മഹത്വത്തിലേക്കും സ്വസ്ഥതയിലേക്കും ആദാമിൻ്റെ മക്കൾ പ്രവേശിക്കുവാൻ, ദാസരായിരുന്നവർ മക്കളായി തീരുവാൻ, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ അവിടുന്ന് മുൻകൂറായി അഥവാ അഡ്വാൻസായി നമുക്ക് നൽകിയതാണ് ആത്മാവിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവെന്ന മഹാദാനം. അത് നമ്മുടെ യോഗ്യതയാൽ ലഭിച്ചതല്ല, മറിച്ച് നാം യോഗ്യരാകുവാൻ നൽകിയതാണെന്ന് ഓർക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.